ചോദിക്കട്ടെ റഹ്മത്തുള്ളാ ഖാസിമി, മറുപടി പറയൂ എസ്കക്കാരാ, മറുപടി പറയൂ എസ്കക്കാരാ, മറുപടി പറയൂ സമസ്തയുടെ നേതാക്കളെ, മറുപടി പറയൂ സമസ്തയുടെ വാഗ്ദാക്കളെ. ഈ സാക്കിർ നായിക്കിനെ കുറ്റിപ്പുറത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ വാദീനൂറിന്റെ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചത് ആരാണ്? അന്നിവിടത്തെ കാന്തപുരം സമസ്തക്കാര് നിങ്ങളെ എതിർത്ത് രംഗത്ത് വന്നില്ലയോ? ഇന്ന് റഹ്മത്തുള്ളാ ഖാസിമി പറയുന്നത് പോലെ ഈ പറയുന്ന സാക്കിർ നായിക് വഹാബിയാണ്. ആ വഹാബി എങ്ങനെയാണ്? ഈ പറയുന്ന 10ാമത്തെ വാർഷിക സമ്മേളനം SKSSFന്റെ വാർഷിക സമ്മേളനത്തിൽ എങ്ങനെയാണ് സാക്കിർ നായിക് വന്ന് പ്രസംഗിക്കുക? അദ്ദേഹം വഹാബി അല്ലയോ എന്ന് നാട്ടിലെ കാന്തപുരം സമസ്തക്കാർ ചോദിച്ചപ്പോ അതിന് മറുപടി പറയാൻ പോയത് മാനു മുസ്ലിയാരുടെ മരുമകനായ അമ്പലക്കടവല്ലയോ? നിഷേധിക്ക്, നിഷേധിക്ക്. അന്നെന്താ അമ്പലക്കടവ് പറഞ്ഞത്? സാക്കിർ നായിക് എന്ന് പറഞ്ഞാൽ തൊപ്പി വെച്ച അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാര്യപ്പെട്ട ഒരു കാര്യദർശിയാകുന്നു. നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ വാദീനൂരിൽ വന്ന് പ്രസംഗിച്ചത്, SKയുടെ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചത്, ആ പ്രസംഗിച്ചത് സാക്കിർ നായിക് അല്ലയോ? അന്ന് നിങ്ങൾ പറഞ്ഞത് സുന്നിയായ സാക്കിർ നായിക് സുന്നി സമ്മേളനത്തിനെത്തുന്നത് ആർക്കും മുടക്കാനാവില്ലെന്നും മുജാഹിദ് സമ്മേളനത്തിനും മറ്റു സംഘടനകളുടെ ചില ലോക പരിപാടികളിലും അദ്ദേഹം പങ്കുകൊണ്ടത് തന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നുവെന്നും സാക്കിർ നായിക്കിനെ അടുത്തറിയുന്നവർക്കൊക്കെ നന്നായി അറിയാമായിരുന്നു. സത്യധാര പിടിച്ചോ? സത്യധാര. ഏത് സത്യധാര? 1999 ഏപ്രിൽ മാസത്തെ സത്യധാരയുടെ ടൈറ്റിൽ എന്താണെന്നറിയോ? ഡോക്ടർ സാക്കിർ നായിക്കും സ്ത്രീ പള്ളി പ്രവേശവും. ചോദിക്കട്ടെ എസ്കക്കാരാ, ഒരു വഹാബിയെ നിങ്ങൾ കൊണ്ടുവന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങൾ പ്രസംഗിപ്പിച്ചുവല്ലോ. ഇപ്പോൾ അതേ സാക്കിർ നായിക് വഹാബിയാണ് എന്ന് തിരിച്ചറിയാൻ റഹ്മത്തുള്ള വരേണ്ടി വന്നില്ലയോ? എന്നാൽ അന്നു തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ? നിങ്ങൾ അനുസരിച്ചില്ലല്ലോ. ഇപ്പൊ അതാണ് കാന്തപുരം സമസ്തക്കാര് പറയണത്. എടാ, ഇതാണ് 83 ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞു തന്നത്, ഇപ്പോഴല്ലടാ ആർക്ക് തിരിഞ്ഞത്. സമസ്തക്കാര് കാന്തപുരം സുന്നികൾ ചോദിക്കുകയാണ്. ചുള്ളിക്കോടി കഴിഞ്ഞ ദിവസം പച്ചയായി പ്രസംഗിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളാണ് തങ്ങളും കാന്തപുരം ഉസ്താദും ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചത് ശരിയാണ് എന്ന് റഹ്മത്തുള്ള ഇപ്പോ സമ്മതിച്ചില്ലയോ? നമ്മുടെ അമ്പലക്കടവും മറ്റുള്ള ചില നേതാക്കളൊക്കെ അണ്ടിപോയി എണ്ണാനെ പോലെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് റഹ്മത്തുള്ള വരേണ്ടി വന്നു. കാന്തപുരം ഉസ്താദ് ശരിയാണ് എന്ന് വരുത്താൻ വേണ്ടി, സമർത്ഥിക്കാൻ വേണ്ടി റഹ്മത്തുള്ള വരേണ്ടി വന്നു. ചുള്ളിക്കോട് ഇന്നലെ പ്രസംഗിക്കുകയാണ്. ഇവിടെ സമസ്തയുടെ നേതാക്കൾ പ്രസംഗിക്കുകയാണ്.